ഇവിടെ ഇപ്പോൾ ജീവനേക്കാൾ വലുതല്ല ഒന്നും. ഒരു കണ്ണടച്ച് തുറക്കുന്ന നിമിഷം കൊണ്ട് സംഭവിച്ചതാണൊക്കെ. അത്രയേ ഉള്ളൂ മനുഷ്യ ജീവിതം. പക്ഷേ എന്താ പറയുക, ഒരുപാട് അച്ഛനമ്മമാർക്ക് മക്കളെ നഷ്ടപ്പെട്ടു, അതുപോലെ മക്കൾക്ക് അച്ഛനമ്മമാരെ നഷ്ടപ്പെട്ടു, ഒരുപാട് ആളുകൾക്ക് അവരുടെ പ്രിയപ്പെട്ടതും എല്ലാം നഷ്ടമായി. ആ ഒരു അവസ്ഥ എന്താ പറയുക, ആകെ വല്ലാത്തൊരു ഷോക്കിലേക്ക് മാറുന്ന ഒരിതാണ്. ഇവരൊക്കെ ഒരു റിക്കവറിലേക്ക് പോകാൻ ഞങ്ങൾക്ക് ഒന്നും ഇല്ല എന്നുള്ളൊരു ചിന്തയിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ അവരെ രക്ഷിക്കാൻ ഇനി നമുക്ക് നഷ്ടപ്പെട്ടതൊന്നും നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. അവർ സേഫായ ഇടങ്ങളിലേക്ക് മാറ്റുക എന്നാൽ നമുക്ക് അതിൽ ചെയ്യാൻ പറ്റുള്ളൂ. അതിനുള്ളത് നമ്മുടെ സഹോദരരാണ്. അതിനുള്ളത് നമ്മളെല്ലാവരും കൂടി കൈകോർത്തുകൊണ്ട് ചെയ്യാമെന്ന് മാത്രമേ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളൂ. കാരണം ഒന്നും പറയാനില്ല. കാരണം ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആളുകളുടെ വേദന ഒരു പക്ഷേ കണ്ടു നിൽക്കുന്നവർക്ക് മനസ്സിലാവണമെന്നില്ല. ക്യാമ്പിൽ ഞങ്ങൾ പോയി വന്നു. ക്യാമ്പിലൊക്കെ സാധനങ്ങൾ വന്നിട്ട് കുമിഞ്ഞു കൂടിയൊക്കെയാണ്, കണക്കില്ല. അങ്ങനെ കൊടുത്തിട്ടൊരു കാര്യമില്ല, ക്യാമ്പ് കൊടുത്തിട്ടെന്താ കാര്യം? അതെന്താ വെച്ചാലും നമ്മളപ്പം സപ്പോർട്ട് ചെയ്ത് ഒത്തിരി നേരം വളരെ തിരക്കുള്ള മനുഷ്യനാണ്. പേരിനും പ്രശസ്തിക്കും ചെയ്യുകയാണെങ്കിൽ ക്യാമ്പ് കൊണ്ടുപോയി കൊടുത്താൽ അതല്ല, എനിക്ക് ആൾക്കാരെ ഹെൽപ്പ്, ആത്മാർത്ഥമായിട്ട് ആൾക്കാരുടെ പ്രാർത്ഥന വേണമെങ്കിൽ ഞാൻ 1-2 കോളനി കാണിച്ചു തരാം. ആദിവാസി കോളനികൾ വളരെ ബുദ്ധിമുട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അവരെ അടുത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ വലിയ ഉപകാരം തോന്നുന്നു. അങ്ങനെയാണ് നമ്മൾ ആർക്കേന്റെ കെയർ ഓഫിൽ ഇവിടെ വന്നത്. അപ്പോൾ നമ്മളിന്ന് എവിടെ വന്നിട്ടുള്ളത് രാധാകൃഷ്ണേട്ടാ? വയനാട് ജില്ലയില് വടുവഞ്ചാലിന്റെ അടുത്തുള്ള ചെല്ലങ്കോട് എന്ന സ്ഥലത്ത് നമ്മളെ രാധാകൃഷ്ണേട്ടന്റെ കെയർ ഓഫിൽ വന്നതാണ്. ഇവിടെ ക്യാമ്പിലൊക്കെ ഇഷ്ടം പോലെ ഡ്രസ്സുകളാണ്. അപ്പോൾ ഇവർ പറഞ്ഞു ക്യാമ്പിലല്ല കൊടുക്കേണ്ടത്, നമ്മളെ നിർധനരായ ഒരുപാട് കുടുംബങ്ങളുണ്ട്, അപ്പോൾ ഞങ്ങൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അങ്ങനെ രാധാകൃഷ്ണേട്ടൻ നമ്മളെ മെമ്പറെ പരിചയപ്പെടുത്തി തന്നു. മെമ്പറെ കൂടെ ഉള്ളത് പറ പ്രവർത്തകയാണ്. പിന്നെ നമ്മളെ കമറും ഉണ്ട്. അപ്പോൾ എന്തായാലും ആൾക്കാർ ഡ്രസ്സൊക്കെ എടുത്ത് അവർ കുറേ എടുത്തു. ഇനിയിപ്പോൾ നമ്മൾ നെക്സ്റ്റ് കൊടുക്കാൻ പോകുന്നത് നീലിമല കോളനിക്ക് പോകണം. അപ്പോൾ ഇവിടെ ഈ ഒരു സ്ഥലത്തിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഞാൻ കാണിച്ചാൽ നിങ്ങൾക്ക് ഇതുണ്ടോ, നിങ്ങൾ മതസൗഹാർദ്ദത്തിൻ്റെ ഒരു ഈറ്റിലമായി നിൽക്കുന്ന ക്ഷേത്രം, മുത്തപ്പൻകാവ് ക്ഷേത്രം. അതോടൊപ്പം അതിൻ്റെ ഇവിടെ സ്റ്റേജ്, ഇതാണ് സ്റ്റേജ്. അപ്പോൾ നമ്മൾ ആ മീറ്റിങ്ങിനെ കൊടുക്കും. അപ്പോൾ അവിടെ വെച്ചാണ് ഈ ഡ്രസ്സുകളൊക്കെ ഓരോരുത്തർ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നത്. എത്രയോ ആൾക്കാർ വയനാട് നമുക്ക് നമ്മുടെ സഹോദരങ്ങൾ നഷ്ടപ്പെട്ടു. എന്തായാലും അവർക്കെല്ലാം ദൈവം പുണ്യം നൽകട്ടെ എന്നാണ് നമുക്ക് ഈ സമയത്ത് അത് മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാനുള്ളൂ അല്ലേ? മനസ്സിന് കരുത്തും ക്ഷമയും നൽകട്ടെ. നമ്മൾ ശേഖരിച്ച കൂട്ടത്തിൽ ഒരു കൈതോലപ്പായും വിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റാണ്, അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾക്ക് തരുമെന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ എന്താ വെച്ചാൽ നമുക്ക് ഈ ഒരു കൈതോലപ്പായ ക്ഷേത്രത്തിന് കൊടുക്കുകയാണ്. കാരണം വെച്ചാൽ ഇപ്പൊ ഇങ്ങനത്തെ പായ കിട്ടാനില്ലേ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ മക്കളെ? നോക്കും, ഇങ്ങനത്തെ പായ ഉണ്ട്, പഴയ കാലത്തെ ആൾക്കാർ കിട്ടുന്നത്. എന്തായാലും നമ്മളെ ശേഖരിച്ച കൂട്ടത്തിലൊരു കൈതോലപ്പായ ഉണ്ട്. അതായത് ക്ഷേത്രത്തിൽ ഞങ്ങളുടെ ഓർമ്മക്കും ഇത് തന്ന ആളുടെ ഓർമ്മക്കും പ്രാർത്ഥിക്കണം. ആരാ തന്നെന്ന് നമുക്കറിയില്ല. എന്തായാലും നല്ലൊരു സ്ഥലത്തേക്കാണ് എത്തുന്നത്. എന്തായാലും പ്രാർത്ഥിക്കണം.